കാശ്മീരിലെ പെഹൽഗാമിലെ അതിക്രൂരമായ സങ്കടകരമായ ഹൃദയഭേദകരമായ അക്രമത്തിന്റെ പിന്നാമ്പുറത്തിലൂടെ മനുഷ്യരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിരിയിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘി പ്രൊഫൈലുകൾ ഈ ആദിൽ ഹുസൈൻ എന്ന ചിത്രത്തെക്കുറിച്ചൊന്നറിയണം. മുഴുവൻ പേര് ആദിൽ ഹുസൈൻ ഷാ. കാശ്മീരിലെ പഹൽഗാമിലെ പോണിവാല കുതിരസവാരിക്കാരൻ. കുതിരസവാരിയിൽ നിന്ന് കിട്ടുന്ന മിച്ചം തുക കൊണ്ട് ജീവിച്ചു പോന്നിരുന്ന ഒരു പാവപ്പെട്ട മുസ്ലിമായ മനുഷ്യൻ. അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ച് ജീവിച്ചു പോന്നിരുന്ന ഭാര്യയും മക്കളും വാർദ്ധക്യത്തിന് അങ്ങേയറ്റത്തെത്തിയ ഒരു ഉമ്മയും ഉപ്പയും അദ്ദേഹത്തെ വീട്ടിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പതിവ് പോലെ സഞ്ചാരികളെയും കുതിരപ്പുറത്തേറ്റിയിട്ട് പഹൽഗാമിൽ നിന്നും ബൈസാരാൻ പൂന്തോട്ടത്തോപ്പിലേക്ക് എത്തിയതായിരുന്നു ആദിൽ ഹുസൈൻ ഷാ. പൈൻ മരങ്ങൾക്കിടയിലൂടെ പാഞ്ഞു ഓടി വന്ന ഭീകരർ പേര് ചോദിച്ച് വെറുതെ വിട്ടപ്പോഴും ആദിൽ ഒളിച്ചു നിന്നില്ല. താൻ തൻ്റെ കുതിരപ്പുറത്തേറ്റി വന്ന സവാരി ചെയ്തു വന്ന സഞ്ചാരികൾക്കെതിരെ ഒരു ഭീകരർ തോക്ക് ചൂണ്ടിയപ്പോഴാണ് ആ റൈഫിൾ തട്ടിപ്പറിക്കാൻ ആദിൽ ശ്രമിച്ചത്. ഏറെ ദുർഘടമായ പെഹൽഗാമിലെ ബൈസരൻ കാട്ടുപാത നടന്നു നീങ്ങിയ ഉറച്ച ആദിൽ അയാളെ നിഷ്പ്രയാസം കീഴടക്കുമെന്ന് തോന്നിച്ച നിമിഷത്തിലായിരുന്നു മറ്റൊരു ഭീകരവാദിയുടെ തോക്കിൻ കുഴലിലെ ഉണ്ട അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തുളഞ്ഞു കയറുന്നത്. ആദിലിൻ്റെ ആരായിരുന്നു ആദിൽ സ്വന്തം ജീവൻ നൽകി രക്ഷിച്ച ആ സഞ്ചാരി? നിശ്ചയമായും ആദിൽ അവരുടെ പേരോ മതമോ തിരക്കിയിട്ടുണ്ടാവില്ല. യാത്രയിലുടനീളം ബായ്സാബ് എന്നുള്ള വെടിനാമത്തിൽ മാത്രമായിരിക്കും അവരെ അഭിസംബോധന ചെയ്തിട്ടുണ്ടാവുക. സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന വ്യക്തി ഒരു മുസ്ലിമായിരുന്നു. അയാൾക്കെതിരെ ഉന്നം പിടിച്ച് കാത്തുനിന്ന വ്യക്തി ഒരു ഭീകരവാദിയുമായിരുന്നു. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിലെത്തുമ്പോൾ മിഠായിയും കാത്തു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മക്കൾ അനാഥരായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിധവയായി. വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും ഏക ആശ്രയം ജീവനറ്റുപോയിരിക്കുന്നു. യജമാനെയും കാത്ത് അയാളുടെ കുതിര ഒരിറ്റ് കണ്ണീരെങ്കിലും പൊഴിക്കാതിരിക്കുമോ? ഇവിടെ ജാതിയോ മതമോ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ല പ്രശ്നം. ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് പഠിച്ചവരാണ് ഞാൻ. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ ഏത് ഭീകരർ ഒരുക്കിയ കെണിയാണെങ്കിലും ഒരിക്കലും നാം അതിൽ അകപ്പെട്ടു പോകരുത്. നമ്മുടെ രാജ്യത്ത് കയറി നമ്മുടെ സഹോദരി സഹോദരന്മാരെ മേലിൽ കൈവച്ചവനെ നമ്മളെല്ലാവരും കൂടി എതിർക്കുകയാണ് വേണ്ടത്. ഫൈനലി വൺ മോർ ടൈം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്.